പി എസ് സിക്ക് സ്ഥിരമായി പ്ലൂറൽ ഫോം എഴുതാൻ ചോദിക്കുന്ന വാക്കുകളാണിവ. ഇവയെ നമ്മൾ ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയും. അതായത് ഒന്നിൽ കൂടുതൽ വാക്കുകൾ കാണും, ഹൈഫൺ കൊണ്ട് വേർതിരിച്ചിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു ഫോമാറ്റ് ഉണ്ട്. ആ ഫോമാറ്റ് ഇതാണ്. ആദ്യം ഒരു മെയിൻ നൗൺ കാണും, അതിനുശേഷം ഒരു പ്രിപ്പോസിഷൻ കാണും, അതിനുശേഷം ഈ പ്രിപ്പോസിഷന്റെ ഓബ്ജക്റ്റ് ആയിരിക്കും വരുന്നത്. ഇതിന്റെ പ്ലൂറൽ ഫോം എഴുതാനായിട്ട് ഇതിന്റെ മെയിൻ നൗൺ കണ്ടുപിടിക്കുക, അതിന്റെ പ്ലൂറൽ ഫോം എഴുതിയാൽ മതി. എങ്ങനെ മെയിൻ നൗൺ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഈ പ്രിപ്പോസിഷന് മുന്നിൽ വരുന്നതായിരിക്കും എപ്പോഴും മെയിൻ നൗൺ. എപ്പോഴും പ്രിപ്പോസിഷന് മുന്നിൽ വരുന്നതായിരിക്കും മെയിൻ നൗൺ. ഒന്നാമത്തെ വാക്ക് നോക്കാം, ഫാദർ ഇൻ ലാ. ഇതിൽ പ്രിപ്പോസിഷൻ ഇൻ ഇവിടെ വരുന്നു, ഇതിന് മുന്നേ വരുന്ന ഫാദർ, ഇതായിരിക്കും മെയിൻ നൗൺ. അപ്പൊ ഇതിന്റെ പ്ലൂറൽ ഫോം, ഫാദറിന്റെ പ്ലൂറൽ ഫോം എന്താണ്? ഫാദേഴ്സ്. ഫാദേഴ്സ് ഇൻ ലാ, ഇതാണ് ഇതിന്റെ പ്ലൂറൽ ഫോം. ഫാദേഴ്സ് ഇൻ ലാ, ഇതാണ് ഇതിന്റെ പ്ലൂറൽ ഫോം. മദർ ഇൻ ലാ, ഇതിന്റെ പ്ലൂറൽ ഫോം ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷന് മുന്നേ കിടക്കുന്ന മദർ. മദറിന്റെ പ്ലൂറൽ ഫോം മദേഴ്സ്. മദേഴ്സ് ഇൻ ലാ, ഇതായിരിക്കും ഇതിന്റെ പ്ലൂറൽ ഫോം. ബ്രദർ ഇൻ ലാ, ഇതിന്റെ പ്ലൂറൽ ഫോം എങ്ങനെ എഴുതാം? ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷന് മുന്നേ കിടക്കുന്ന ബ്രദർ, ഇതാണ് ഇവിടുത്തെ മെയിൻ നൗൺ. ഇതിന്റെ കൂടെ എസ് ചേർക്കുന്നു, ബ്രദേഴ്സ് ഇൻ ലാ. സിസ്റ്റർ ഇൻ ലാ, ഇതിന്റെ പ്ലൂറൽ ഫോം പ്രിപ്പോസിന് മുന്നേ കിടക്കുന്ന സിസ്റ്റർ, ഇതാണ് ഇവിടത്തെ മെയിൻ നൗൺ. ഇതിന്റെ കൂടെ എസ് ചേർക്കുന്നു, സിസ്റ്റേഴ്സ് ഇൻ ലാ. സൺ ഇൻ ലാ ആണെങ്കിൽ പ്രിപ്പോസിന് മുന്നേ കിടക്കുന്ന ഇതാണ് ഇവിടുത്തെ മെയിൻ നൗൺ, സൺസ് ഇൻ ലാ. ഡോട്ടർ ഇൻ ലാ ആണെങ്കിൽ പ്രിപ്പോസിന് മുന്നേ കിടക്കുന്ന ഡോട്ടർ ആണ് ഇവിടുത്തെ മെയിൻ നോൺ. ഇതിന്റെ കൂടെ നമ്മൾ എസ് ചേർക്കുന്നു, ഡോട്ടേഴ്സ് ഇൻ ലാ. പി എസ് സിക്ക് സ്ഥിരമായി ചോദിക്കുന്ന വാക്കുകളാണ് ഇവ. ഇവയൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചേക്കും.